മഹത്വത്തിൻ സാന്നിധ്യം പകർന്നിടുവാൻ അന്ത്യകാലത്തെ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങി നിൽക്കാമാത്മ പകർച്ചയ്ക്കായി. മഹിമയിൽ രാജനെഴുന്നള്ളുന്നു, മഹത്വത്തിൻ സാന്നിധ്യം പകർന്നിടുവാൻ അന്ത്യകാലത്തെ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങി നിൽക്കാമാത്മ പകർച്ചയ്ക്കായി. മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജനതകൾ അറിയട്ടെ യേശുവിന്റെ മഹത്വം. ദേശങ്ങൾ, രാജ്യങ്ങൾ, ഭൂതലത്തിൽ എല്ലാം പടരട്ടെ യേശുവിന്റെ മഹത്വം. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജനതകൾ അറിയട്ടെ യേശുവിന്റെ മഹത്വം. ദേശങ്ങൾ, രാജ്യങ്ങൾ, ഭൂതലത്തിൽ എല്ലാം പടരട്ടെ യേശുവിന്റെ മഹത്വം. മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ഈശോയിലെ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ്റെ സാന്നിധ്യം എന്ന നമ്മുടെ ശുശ്രൂഷയിലെ 317 എപ്പിസോഡ് ഇന്ന് സംപ്രേഷണം ചെയ്യുകയാണ്. ഒരു കടുകുമണി പോലെ ആരംഭിച്ചൊരു ശുശ്രൂഷ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. ആദ്യമായിട്ട് ബ്രദർ സന്തോഷ് ഈ ശുശ്രൂഷ ആരംഭിക്കാൻ എന്നെ വന്ന് കണ്ടതും അനുഗ്രഹം ചോദിച്ചതൊക്കെ 317 എപ്പിസോഡിലേക്ക് നമ്മൾ വളരുമ്പോൾ ഈ ശുശ്രൂഷ നമ്മൾ ഒരുപാട് വളർത്തി. ദൈവം നൽകിയ ഈ വലിയ കൃപയോർത്ത് ദൈവത്തോട് നന്ദി പറയാം. ഈ ശുശ്രൂഷ വീണ്ടും നിങ്ങൾക്ക് വേണ്ടി പങ്കിടാൻ, ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് വേണ്ടി വ്യാഖ്യാനിക്കാൻ ദൈവം അയോഗ്യനും ബലഹീനനുമായിട്ടുള്ള എൻ്റെ കരങ്ങൾക്ക് ശക്തി നൽകുന്നതിൽ, ഈ ശുശ്രൂഷയെ ബലപ്പെടുത്തുന്നതിൽ നമുക്ക് നന്ദിയുള്ളവരാകാം. ഈ ശുശ്രൂഷ യോഗ്യതയോടുകൂടി ആരംഭിക്കാൻ ഒരു നിമിഷം നമുക്ക് കരങ്ങൾ കുപ്പി കണ്ണുകളടച്ച് നമ്മെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് വചനം പ്രഘോഷിക്കുന്ന ബലഹീന എൻ്റെ മേലും വചനം കേൾക്കുന്ന നിങ്ങളുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകാൻ പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള എൻ്റെ സഹോദരങ്ങളെ, ഈ നവംബർ മാസം 20 കരുണയുടെ അസാധാരണ ജൂബിലി വർഷം അവസാനിക്കുകയാണ്. 2015 ഡിസംബർ മാസം 8 ഫ്രാൻസിസ് മാർപ്പാപ്പ തുറന്ന കരുണയുടെ കവാടം, ജൂബിലി കവാടം. അതിനുശേഷം രൂപതകളിലെ തീർത്ഥാടന കേന്ദ്രങ്ങളിലെ തുറക്കപ്പെട്ട ജൂബിലി കവാടങ്ങൾ ഈ നവംബർ മാസം 20 ക്രിസ്തുരാജൻ്റെ തിരുനാളിലെ അടയ്ക്കപ്പെടുകയാണ്. പരിശുദ്ധ പിതാവ് അതനുബന്ധിച്ച് നൽകുന്ന സന്ദേശം വളരെ ശ്രദ്ധേയമായിട്ട് എനിക്ക് തോന്നി. പരിശുദ്ധ പിതാവ് പറഞ്ഞു, കവാടങ്ങൾ അടയ്ക്കുകയല്ല, ഹൃദയത്തിൻ്റെ കവാടങ്ങൾ തുറക്കുകയാണ്. ജൂബിലി വർഷം, കരുണയുടെ വർഷം അവസാനിക്കുകയല്ല, കരുണയുടെ ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ പുതുതായിട്ട് കവാടം തുറക്കുകയാണ്. സ്നേഹമുള്ള എൻ്റെ സഹോദരങ്ങളെ,
ഈ കരുണയുടെ വർഷത്തിലെ ജൂബിലിയുടെ ലോഗോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. പിതാവിൻ്റെ തോളിൽ കിടക്കുന്ന ധൂർത്തപുത്രൻ്റെ ചിത്രം, നഷ്ടപ്പെട്ട ആടിൻ്റെ ചിത്രം. ഈ ചിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള, ഏറ്റവും ശ്രദ്ധ ആകർഷിക്കപ്പെടുന്ന പോയിൻ്റ് കണ്ണുകളാണ്. ആ കണ്ണുകൾ ജ്വാജല്യമാനമാണ്. ആ കണ്ണുകൾക്ക് തിളക്കമുണ്ട്. ആ കണ്ണുകൾക്ക് എന്തോ പ്രത്യേകതയുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു, ഹൃദയത്തിലെ ദൈവത്തിൻ്റെ കണ്ണുകൾ ജ്വലിക്കുന്നതാണ് കരുണ. നമ്മുടെ ഹൃദയങ്ങളിലെ ദൈവത്തിൻ്റെ കണ്ണുകൾ ജ്വലിക്കുന്നതാണ് കരുണ. എനിക്ക് തോന്നുന്നു കരുണയ്ക്ക് അതിനേക്കാൾ നല്ലൊരു നിർവചനമില്ല. മാർപ്പാപ്പ ഈ അസാധാരണ ജൂബിലി വർഷത്തിലെ നമുക്ക് നൽകിയ മുദ്രാവാക്യം ലൂക്കായുടെ സുവിശേഷത്തിലെ 6-ാമത്തെ അധ്യായത്തിലെ 36-ാമത്തെ വചനമാണ്. എൻ്റെ പിതാവ് നിങ്ങളോട് കരുണ കാണിച്ചതുപോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. പിതാവിൻ്റെ കരുണയുടെ വലുപ്പത്തിലേക്ക് ഞാനും നിങ്ങളും നമ്മെ തന്നെ പരിവർത്തനപ്പെടുത്തുക. അതാണ് ഈ കരുണയുടെ ജൂബിലി വർഷത്തിലെ മുദ്രാവാക്യം. ഈ ജൂബിലി വർഷം അവസാനിക്കുമ്പോൾ നമുക്ക് ആത്മാർത്ഥതയോട് ആത്മശോധന ചെയ്യണം. എന്തുമാത്രം പിതാവിൻ്റെ കരുണയിലേക്ക്, പിതാവിൻ്റെ കണ്ണുകളിലേക്ക് നമുക്ക് വളരാൻ കഴിഞ്ഞു. ഒരു കരുണയുടെ സംസ്കാരം ഈ സമൂഹത്തിൽ സംജാതമാക്കാൻ നമുക്ക് കഴിയട്ടെ മക്കളെ. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർക്ക് കരുണ ലഭിക്കും. കരുണ ദൈവത്തിൻ്റെ ഒരു വലിയ സമ്മാനമാണ്. പക്ഷെ കരുണയുടെ സംസ്കാരം ഈ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത് ദൈവത്തോട് സഹകരിക്കുന്ന സർവരും കൂടിച്ചേർന്നാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3-ാമത്തെ അധ്യായത്തിലെ 16-ാമത്തെ വചനങ്ങൾ അപ്പസ്തോലനായ യോഹന്നാൻ വളരെ ശ്രദ്ധേയമായിട്ട് പറഞ്ഞു. തന്നിൽ വിശ്വസിക്കുന്ന ഒറ്റ മനുഷ്യനും നശിച്ചു പോകാൻ പാടില്ലെന്ന് നിർബന്ധമുള്ളത് കൊണ്ട് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം പിതാവായ ദൈവം ഈ ലോകത്തെ അത്ര അധികമായിട്ട് സ്നേഹിച്ചു. ക്രിസ്തുവിൽ നിങ്ങൾ കണ്ടുമുട്ടുന്നത് പിതാവിൻ്റെ ഹൃദയത്തിൻ്റെ അലിവാണ്. പിതാവിൻ്റെ ഹൃദയത്തിൻ്റെ കരുണ കരകവിഞ്ഞൊഴുകിയതാണ് മനുഷ്യരൂപം സ്വീകരിച്ച പുത്രനായ ക്രിസ്തു. അതുകൊണ്ടാണ് മലയിലെ പ്രസംഗത്തിൽ ഈശോ പഠിപ്പിച്ചു, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഈ കരുണ അതിന് 2 വശങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കരുണയുടെ വർഷം അവസാനിക്കുമ്പോൾ ഞാനും നിങ്ങളും കരുണയുടെ സംസ്കാരം എങ്ങനെയാണ് സമൂഹത്തിൽ സംജാതമാക്കേണ്ടത് എന്ന് ആത്മശോധന ചെയ്യുമ്പോഴേ എനിക്ക് തോന്നുന്നു അതിന് 2 മുഖങ്ങളുണ്ട്, അതിന് 2 അംശങ്ങളുണ്ട്. ഒന്നാമത്തെ അംശം, ദൈവം എന്നോട് കാണിച്ച കരുണ അത് മറക്കാതെ എൻ്റെ ജീവിതത്തിൽ സൂക്ഷിക്കുന്ന, കടപ്പാടോട് ഓർമ്മിക്കുന്ന അനുഭവം. ലൂക്കായുടെ സുവിശേഷത്തിലെ 8-ാമത്തെ അധ്യായത്തിലെ 39-ാമത്തെ തിരുവചനം വളരെ ശ്രദ്ധേയമാണ്. ഗദറായുടെ നാട്ടിലെ കർത്താവ് കണ്ടുമുട്ടിയ പിശാചു ബാധിതൻ. വളരെ ക്രുദ്ധനായിരുന്നു അവൻ. അവന് വസ്ത്രങ്ങളില്ലായിരുന്നു. അവൻ ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ടവനായിരുന്നു. കല്ലുകൊണ്ട് സ്വയം കീറുകയും മറ്റുള്ളവരെ കീറാൻ അക്രമാസക്തനാവുകയും ചെയ്തവനാണ്. യേശു തമ്പുരാനെ കണ്ടപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, നീ എന്തിനാണ് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്? പക്ഷെ കർത്താവ് അവനെ തൊട്ടു, അവനെ സൗഖ്യമുള്ളവനാക്കി. അവനെ സുബോധം തിരിച്ചു കിട്ടിയപ്പോൾ അവൻ ആഗ്രഹിച്ച ഏക കാര്യം, കർത്താവേ, ഞാൻ നിൻ്റെ കൂടെ വരട്ടെയോ, ഞാൻ നിന്നെ അനുഗമിക്കട്ടെയോ, ഞാൻ നിൻ്റെ ശിഷ്യനാകട്ടെയോ? കർത്താവ് അവനെ വിലക്കിക്കൊണ്ട് പറഞ്ഞ വാക്കുകൾ എന്താണെന്നറിയാമോ? നീ വീട്ടിലേക്ക് തിരിച്ചു പോകുക, ദൈവം നിനക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ നീ എല്ലാവരെയും അറിയിക്കുക. മനുഷ്യൻ്റെ ജീവിതം ദൈവം നൽകിയ അനുഗ്രഹങ്ങളുടെ വലിയ സങ്കീർത്തനമാണ്.
എനിക്ക് തമ്പുരാൻ തന്നിടത്തോളം വേറെ ആർക്കും തമ്പുരാൻ തന്നിട്ടില്ല എന്നുള്ള എൻ്റെ തിരിച്ചറിവുണ്ടല്ലോ, ആ തിരിച്ചറിവാണ് എന്നെ ദൈവോന്മുഖനാക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ വിശ്വാസം നൂറുമേനി വിളവാകുന്നത്, എൻ്റെ ജീവിതത്തിൽ പ്രത്യാശ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നത്, എൻ്റെ ജീവിതത്തിൽ സ്നേഹം കരകവിഞ്ഞ് ഒഴുകുന്നത്. എന്നെ ദൈവം സ്നേഹിച്ചതുപോലെ വേറെ ആരെയും സ്നേഹിച്ചിട്ടില്ല. മാർപ്പാപ്പ ഈ കരുണയുടെ മുഖമെന്ന അപ്പസ്തോലിക ലേഖനത്തിൽ പറയുന്നുണ്ട്, സങ്കീർത്തനങ്ങളിലെ ഏറ്റവും പ്രഖ്യാതമായിട്ടുള്ള സങ്കീർത്തനം 136. 136 സങ്കീർത്തനം നിങ്ങൾക്കറിയാം. ആ സങ്കീർത്തനത്തിന് ഇസ്രായേലിൻ്റെ ആരാധനാക്രമത്തിൽ വിളിച്ചിരുന്ന പേര് ഹല്ലേൽ സങ്കീർത്തനം എന്നാണ്. എല്ലാ സങ്കീർത്തനങ്ങളുടെയും ആകത്തുകയാണ് ആ സങ്കീർത്തനം. ഒരുപക്ഷെ ഇസ്രായേൽ ജനത്തിൻ്റെ ദൈവവുമായിട്ടുള്ള ആത്മബന്ധത്തിൻ്റെ സാരാംശമാണ് 136 സങ്കീർത്തനം. അതെന്താണ്? അവൻ നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവൻ നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ മനുഷ്യനെ സംഭവിക്കേണ്ട ഒരു മാറ്റമുണ്ട്. കിട്ടിയതിലൊന്നും മനുഷ്യ തൃപ്തിയില്ല. ഇനിയും എന്തോ കിട്ടാൻ അതിനു വേണ്ടിയുള്ള തെരച്ചിലാണ് മനുഷ്യൻ. ഞാൻ ഈ ധ്യാന കേന്ദ്രങ്ങളിൽ വരുന്ന ആളുകൾ, പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വരുന്ന ആളുകൾ, പ്രേക്ഷിത സംഘങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾ, ഞാനൊക്കെ അവരോട് ചോദിക്കാറുണ്ട്, എന്താണ് നിങ്ങൾ ഇപ്പോൾ വീണ്ടും വീണ്ടും ഈ ധ്യാനങ്ങൾക്ക് പോകുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ കൺവെൻഷന് പോകുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വീണ്ടും വീണ്ടും പോകുന്നത്? അവർ ചിലരെ ആത്മാർത്ഥമായിട്ട് പറയാറുണ്ട്, പിതാവേ, ഞങ്ങൾ ചോദിച്ച പലതും കിട്ടി, ഇനിയും പലതും കിട്ടാനുണ്ട്. കിട്ടാൻ ഉള്ളത് തമ്പുരാൻ്റെ കയ്യിൽ നിന്ന് തെരഞ്ഞു പിടിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ തമ്പുരാൻ തന്നത് എത്ര അധികമാണെന്ന് തിരിച്ചറിവോടുകൂടെ തമ്പുരാൻ്റെ മുൻപിൽ കരം കൂപ്പി സമ്മതിക്കുന്നവരെ, അവരാണ് കരുണയുടെ മുഖമായിട്ട് മാറുന്നത്. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്, തമ്പുരാൻ എന്നെ എന്തുമാത്രം അനുഗ്രഹിച്ചിരിക്കുന്നത്. വളരെ സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഞാൻ, ഫീസ് കൊടുക്കാൻ കഷ്ടപ്പെട്ട് നാണം കെട്ടൊരു മനുഷ്യൻ. പക്ഷെ തമ്പുരാൻ കരം പിടിച്ചെന്നെ വളർത്തി. ഞാനൊരു വൈദിക വിദ്യാർത്ഥിയാകാൻ പോകുമ്പോൾ എൻ്റെ മനസ്സിൽ വലിയ ആകുലതകളുണ്ടായിരുന്നു. തമ്പുരാനെ, ഈ 10-12 കൊല്ലം ഈ പഠിപ്പൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുക? പക്ഷെ തമ്പുരാൻ എന്നെ വഴി നടത്തി. ഞാൻ ആരംഭിച്ച മുതൽ ധനവും ഇന്ന് 36 കൊല്ലം പൗരോഹിത്യത്തിൽ കഴിഞ്ഞത് ആലോചിച്ച് നോക്കുമ്പോൾ, തമ്പുരാൻ എനിക്ക് തന്നത് വെച്ച് നോക്കുമ്പോൾ, ദൈവമേ, എന്നോളം കിട്ടിയ ആരും തന്നെ ഈ ലോകത്തിലില്ല. ഈ സംതൃപ്തിയാണ് കരുണയുടെ ഉറവ പൊട്ടുന്ന മൂലക്കല്ലേ. കിട്ടിയിട്ടില്ല, എനിക്കൊന്നും തന്നിട്ടില്ല, തമ്പുരാൻ എന്നോട് പരിഗണന കാണിച്ചിട്ടില്ല, തമ്പുരാൻ മറ്റു പലരോടും കാണിച്ചതുപോലെ എന്നെ ഇപ്പോഴും സ്നേഹിച്ചിട്ടില്ല, എന്നെ പരിഗണിച്ചിട്ടില്ല. ഈ അടുത്ത കാലത്ത് വളരെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ് ചാൾസ് ഡി ഫുക്കോ. അദ്ദേഹം ഈജിപ്തിലെ മരുഭൂമിയിലെ ഏകാന്തവാസിയായിട്ട് ജീവിതത്തിലെ പ്രാർത്ഥനാപൂർവ്വം ചെലവഴിച്ച ഒരു ആങ്കറൈറ്റാണ്, ഒരു ഏകാന്തവാസിയാണ്. അദ്ദേഹം തൻ്റെ ആത്മീയ ചിന്തകൾ എഴുതിയിട്ടുണ്ട്. ദ ലെറ്റേഴ്സ് ഫ്രം ഡെസേർട്ട് എന്ന പേരിൽ. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഭവം അദ്ദേഹം വിവരിക്കുന്നുണ്ട്. വാട്ട് ഐ ഹാവ് ഈസ് എ ഗിഫ്റ്റ് ഫ്രം ഗാഡ്, ആൻഡ് വാട്ട് ഐ ബിക്കം ഈസ് എ ഗിഫ്റ്റ് ബാക്ക് ടു ഗാഡ്. എൻ്റെ ജീവിതത്തിലെ തമ്പുരാൻ തന്നത് അതാണ് എൻ്റെ ഏറ്റവും വലിയ നിധി നിക്ഷേപം. ഞാൻ എന്തായിട്ട് തീരുന്നുവോ അതാണ് ഞാൻ തമ്പുരാന് കൊടുക്കുന്ന ഏറ്റവും വലിയ തിരിച്ചുള്ള സമ്മാനം. വാട്ട് ഐ ഹാവ് ഈസ് എ ഗിഫ്റ്റ് ഫ്രം ഗാഡ്, ആൻഡ് വാട്ട് ഐ ബിക്കം ഈസ് എ ഗിഫ്റ്റ് ബാക്ക് ടു ഗാഡ്. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ട്. എന്നെ കേൾക്കുന്ന പലരും പറയും, 60 വയസ്സായി, ഇതുവരെ മരുന്നൊന്നും കഴിച്ചിട്ടില്ല, ഷുഗറില്ല, കൊളസ്ട്രോൾ ഇല്ല, എൻ്റെ പ്രഷർ കൃത്യമാണ്.
എനിക്കെല്ലാം കൊണ്ടും ദൈവാനുഗ്രഹമുണ്ട്. നോട്ട് ബിക്കോസ് ഓഫ് യുവർ മെറിറ്റ് ബട്ട് ഓഫ് ഹിസ് ഗ്രേസ്. നിൻ്റെ കഴിവ് കൊണ്ട് കിട്ടിയതല്ല, തമ്പുരാൻ നിനക്ക് അറിഞ്ഞ് തന്നതാണ്. നിങ്ങളുടെ സമ്പത്ത്, ഒരു സമ്പത്തിൽ അഹങ്കരിക്കുന്ന ഒരുപാട് മനുഷ്യരെ നമുക്ക് ചുറ്റുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. 10 പൈസ മുറിച്ചോടുത്ത് ഉപ്പ് തേക്കാതെ കൂട്ടിവെച്ച് അതിനെ മാത്രം പെരുക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ ട്രെയിനിൽ പോകുമ്പോൾ ആളുകൾ കൈ കൊണ്ടിങ്ങനെ മടക്കി കൂട്ടുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ വിചാരിക്കും കൊന്തയല്ലാണെന്ന്. അല്ല, പലിശ കൂട്ടുക, കിട്ടാനുള്ള കാശിനെ കുറിച്ച് ആലോചിക്കുക. എൻ്റെ സഹോദരങ്ങളെ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ അധ്വാനമല്ല, നിങ്ങളോട് സ്നേഹം തോന്നിയ തമ്പുരാൻ നിങ്ങൾക്ക് തന്ന വലിയ കൃപയാണ് മക്കളെ, വലിയ കൃപയാണ്. ജോബിൻ്റെ പുസ്തകത്തിലെല്ലാം നഷ്ടപ്പെട്ട ജോബ് പറയുന്നില്ലേ, തമ്പുരാൻ തന്നു, തമ്പുരാൻ എടുത്തു, തമ്പുരാൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതുകൊണ്ട് കരുണ എന്ന് പറയുന്നത് ദൈവം എന്നോട് കാണിച്ച വലിയ പരിഗണനയ്ക്ക് എൻ്റെ മനസ്സിൽ ദൈവത്തോട് തോന്നുന്ന ഒടുങ്ങാത്ത, അവസാനിക്കാത്ത ദൈവത്തിൻ്റെ സ്നേഹത്തോട് തോന്നുന്ന ആവേശമാണ് കരുണയുടെ ആരംഭം. കരുണയുടെ രണ്ടാമത്തെ മുഖം എന്താണ് എൻ്റെ പ്രിയമുള്ളവരെ? ഞാൻ പറഞ്ഞു കരുണയ്ക്ക് 2 മാനങ്ങളുണ്ടെന്ന്. രണ്ടാമത്തെ മാനമെന്ന് പറയുന്നത് എൻ്റെ തമ്പുരാൻ എന്നോട് കാണിച്ച കരുണ എൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് കരുണയായി ഭവിക്കാനുള്ള വലിയ പരിശ്രമമാണ്. അതാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 36-ാമത്തെ വചനം പറഞ്ഞത്. എൻ്റെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങൾ കരുണയുള്ളവരായിരിക്കണം. നമ്മുടെ ഹൃദയത്തിലെ ഒരു കരുണയുടെ കണ്ണുണ്ടാകട്ടെ. അതാണ് ദൈവത്തിൻ്റെ കണ്ണുകൾ. മത്തായിയുടെ സുവിശേഷത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്, നിൻ്റെ കണ്ണ് നല്ലതാണെങ്കിൽ നീ ഭാഗ്യവാനാണ്. നിൻ്റെ കണ്ണുകൊണ്ട് നിനക്ക് നന്മ കാണാൻ കഴിയുമ്പോൾ നീ അനുഗ്രഹീതനാണ്. നിൻ്റെ കണ്ണുകൾക്ക് തെളിച്ചമുണ്ടെങ്കിലേ, നിൻ്റെ കണ്ണുകൾക്ക് വെളിച്ചമുണ്ടെങ്കിലേ നിൻ്റെ ശരീരത്തിന് മുഴുവൻ വെളിച്ചമുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ പരിതോവസ്ഥകളിലെ, നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലെ ദൈവത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് മറ്റുള്ളവരെ കാണാൻ നമുക്ക് കഴിയുക എന്നുള്ളത്, അതാണ് കരുണയുടെ സൽപ്രവർത്തനങ്ങൾ. കരുണയുടെ പ്രവർത്തനങ്ങൾ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അത് മറ്റുള്ളവരിലെ ദൈവം കാണാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഹൃദയം കൊണ്ട് കാണാൻ ഞാൻ നടത്തുന്നൊരു പരിശ്രമമാണ്. ഈ മദർ തെരേസയെ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ മാർപ്പാപ്പ ദൈവജനത്തോട് നടത്തിയ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. നിങ്ങൾ ടെലിവിഷനിൽ അത് കേട്ട് കാണും. എന്താണ് കൽക്കട്ടയിലെ മദർ തെരേസ ഈ കാലഘട്ടത്തിൽ ചെയ്തത്? ദൈവം കാണാൻ ആഗ്രഹിച്ചതുപോലെ ചുറ്റുമുള്ള സഹോദരങ്ങളെ കാണാൻ അവർ ജീവിതം കൊണ്ട് പരിശ്രമിച്ചു. വഴിയിൽ കിടക്കുന്ന കുഷ്ഠരോഗിയും വീട്ടുകാർക്ക് വേണ്ടാതെ വഴിയിൽ തള്ളപ്പെട്ട കുഞ്ഞുങ്ങളും മക്കൾക്ക് വേണ്ടാതെ അവശരായി തെരുവോരങ്ങളിൽ കഴിയുന്ന വൃദ്ധജനങ്ങളും, അവരിലെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം കാണാൻ, കേൾക്കാൻ, അവർക്ക് കരം കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞു. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾക്കറിയാം, അബ്രഹാം മെമ്രയിലെ ഓക്കുമരത്തിൻ്റെ താഴെ കൂടാരം അടിച്ച് താമസിക്കുന്ന സമയത്ത് ഒരു പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന സമയത്ത് 3 അപരിചിതരെ തൻ്റെ കൂടാരത്തിൻ്റെ പടിക്ക കണ്ടു. ഈ 3 അപരിചിതരെ ഒരിക്കലും കാണാത്തവരാണ്. താൻ താമസിക്കുന്ന കൂടാരത്തിൻ്റെ ഈ ചുറ്റുപാടുകളിലെ ഈ 3 അപരിചിതരെ നടക്കുന്ന കണ്ടാൽ നമ്മുടെ നാട്ടിലെ മനുഷ്യൻ്റെ സ്വഭാവം അനുസരിച്ച് പറയടാ, അന്യസംസ്ഥാന തൊഴിലാളി, തമിഴൻ, ബംഗാളി, ജാർഖണ്ഡുകാരൻ, നോർത്ത് ഈസ്റ്റുകാരൻ വന്നിട്ടുണ്ട്, സൂക്ഷിച്ചോ കേട്ടാ. ഡേ പെണ്ണേ, അടുക്കളയിൽ പടിയടച്ചോ, ജനലടച്ചോ, കുട്ടികളുടെ കയ്യിലെ കാതിലുള്ളത് സൂക്ഷിച്ചോ. അപരിചിതൻ, അന്യനായിട്ട് കാണുന്ന ഒരു കാലാവസ്ഥ. അവിടെ അബ്രഹാം എന്താ ചെയ്യുന്നത്? അബ്രഹാം കൂടാരത്തിൻ്റെ പടിവാതിൽക്കൽ പുറത്ത് വന്നിട്ട് ആ 3 അപരിചിതരുടെ മുൻപിലെ നിലം മുട്ടേ സാഷ്ടാംഗ പ്രണാമം ചെയ്തു.
നിലം മുട്ടെ. നിങ്ങൾക്കറിയാം, യഹൂദ പാരമ്പര്യം അനുസരിച്ച് നിലം മുട്ടെ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നത് ദൈവത്തിന് മുൻപിലാണ്. അതായത് ഈ അപരിചിതരില്ലേ, ദൈവത്തെ അവൻ കണ്ടു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ വെയിലത്ത് ഒരുപാട് നടന്നു വന്നവരാണ്, ഞാൻ നിങ്ങൾക്ക് കാല് കഴുകാനും കൈ കഴുകാനും തല കഴുകാനും വെള്ളം തരട്ടെയോ? അവർ പറഞ്ഞു വേണം. കാലും കൈയും കഴുകി, മുഖം കഴുകി. അബ്രഹാം പറഞ്ഞു, നിങ്ങൾക്ക് വിശപ്പ് കാണും, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം നൽകട്ടെ. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വിശപ്പുണ്ട്, ഞങ്ങൾക്ക് ഭക്ഷണം വേണം. അബ്രഹാം ഉടനെ തന്നെ സാറായോട് പറയുകയാണ്, നീ 3 ഇടങ്ങഴി മാവെടുത്ത് കുഴച്ച് അപ്പം ഉണ്ടാക്ക്. ഞാൻ തൃശ്ശൂർ പട്ടണത്തിലുള്ള ഒരാളാണ്. അപ്പം ഉണ്ടാക്കുന്ന റേഷ്യൊക്കെ എനിക്കറിയാം. 3 ആൾക്ക് 3 ഇടങ്ങഴി കൊണ്ട് അപ്പം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ 3 മാസം കഴിക്കാനുള്ള അപ്പമാണ്. ഔദാര്യത്തോടു കൂടെ അപ്പം ഉണ്ടാക്കുന്നു. തൻ്റെ തൊഴുത്തിൽ കയറിയിട്ട് ഒരു ഇളം കാളക്കുട്ടിയെ പിടിച്ച് കൊണ്ടുവന്നിട്ട് പറയുന്നു, നമുക്ക് പിന്നെ കൊല്ലാം. ഒരു കോഴി ധാരാളം മതി, പക്ഷെ ഒരു ഇളം കാളക്കുട്ടിയെ കൊന്ന് അവർക്ക് വിഭവസമൃദ്ധമായിട്ട് ഭക്ഷണം കൊടുക്കുന്നു. അവർ തിന്ന് തൃപ്തരായപ്പോൾ പറഞ്ഞു, എന്നെ അനുഗ്രഹിക്കണം. അവരാണ് ആദ്യമായിട്ട് അബ്രഹാമിനോട് പറഞ്ഞത്, യഹോവയായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, അടുത്ത വേനലിൽ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ നിന്റെ ഭാര്യ സാറ നിനക്കൊരു കുഞ്ഞിനെ ഗർഭം ധരിക്കും. എൻ്റെ സഹോദരങ്ങളെ, അന്യരെ കണ്ടപ്പോൾ അത് അപരിചിതരാണെന്ന് ധരിക്കുന്നതിന് പകരം അവർ ദൈവത്തിൻ്റെ അടയാളങ്ങളായിട്ട് കാണാൻ കണ്ണുകൾക്ക് ഒരു കാഴ്ചപ്പാട്, തൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കണ്ണ് സൂക്ഷിച്ച ഒരനുഭവം. മത്തായിയുടെ സുവിശേഷത്തിലെ 25-ാമത്തെ അധ്യായത്തിലെ അന്ത്യവിധി നമുക്കറിയാം. നമ്മുടെ മരിച്ചവരുടെ മാസമാണിത്. മരിച്ചവരുടെ കുർബാനയിൽ എപ്പോഴും വായിക്കുന്നത് പോലെ ചെമ്പരിയാടുകളെയും കോലാടുകളെയും വേർതിരിച്ചു, ഇടതും വലതുമായിട്ട് നിർത്തി. എന്നിട്ട് രാജാവ് ഈ ഇടതുള്ളവരോട് പറഞ്ഞത്, നിങ്ങൾ കണ്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ശിക്ഷിക്കപ്പെട്ടു. എനിക്ക് വിശന്നു, നിങ്ങൾ കണ്ടില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ കണ്ടില്ല. ഞാൻ ദാഹാർത്തനായിരുന്നു, നിങ്ങൾ എനിക്ക് തന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അവർ ചോദിച്ചു, എപ്പോഴാത്? നീ അങ്ങനെ കുരുത്തക്കേട് പറയരുത്, നിന്നെ കണ്ടിട്ട് ഞങ്ങൾ തരാതിരിക്കേ, നീ വന്നെങ്കിൽ ഞങ്ങൾ ഉള്ളത് മുഴുവൻ തന്നേനെ. പക്ഷെ കർത്താവ് മറുപടി പറഞ്ഞു, ഈ ചെറിയവരിൽ ഒരാൾക്ക് നിങ്ങൾ ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. നിങ്ങൾ ശിക്ഷിക്കപ്പെടുന്നത് കാണേണ്ടത് കാണാതെ പോയതുകൊണ്ടാണ്. വലതുവശത്തുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ അനുഗ്രഹീതരാണ്, കാരണം എനിക്ക് വിശന്നപ്പോൾ നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു, ഞാൻ ദാഹാർത്തനായപ്പോൾ നിങ്ങൾ കുടിക്കാൻ തന്നു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ നിങ്ങൾ വന്നു കണ്ടു, എനിക്ക് കിടപ്പാടമില്ലാത്തപ്പോൾ നിങ്ങൾ ഇടം നൽകി. അവർ ചോദിച്ചു, എപ്പോഴാണ് കർത്താവേ ഞങ്ങൾ കണ്ടത്? നിങ്ങൾ ഈ എളിയ ചെറിയ ഏറ്റവും നിർഭാഗ്യവാന് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. ഒരുപക്ഷെ എന്താണ് ഈ കരുണയുടെ പ്രവൃത്തികൾ? നമുക്കറിയാം, 7 കരുണയുടെ പ്രവൃത്തികളെക്കുറിച്ച് നമ്മുടെ മതബോധന ഗ്രന്ഥം പറയുന്നുണ്ട്. 7 കരുണയുടെ പ്രവൃത്തികൾ. എന്താണ് 7 കരുണയുടെ പ്രവൃത്തികൾ? വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, ദാഹിക്കുന്നവർക്ക് കുടിജലം കൊടുക്കുന്നത്, കിടപ്പാടമില്ലാത്തവർക്ക് പാർപ്പിടം കൊടുക്കുന്നവർക്ക്, നഗ്നർക്ക് വസ്ത്രം കൊടുക്കുന്നത്, കാരാഗ്രഹത്തിലായിരിക്കുന്നവർക്ക് ആശ്വാസം നൽകുന്നത്, വഴി തെറ്റുന്നവർക്ക് വഴി കാണിക്കുന്നത്, മരിച്ചവർക്ക് മാന്യമായ സംസ്കാരം നൽകുന്നത്. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, ഈ കരുണയുടെ വർഷം അവസാനിക്കുമ്പോൾ നമുക്കൊരു കരുണയുടെ സംസ്കാരം ഉണ്ടാകണം. ലാളിത്യത്തോടുകൂടെ ജീവിക്കാൻ, കാരാഗ്രഹത്തിലുള്ളവരോട് കരുണ കാണിക്കാൻ, പാപികളോട് മാനുഷികമായിട്ടുള്ള ആർദ്രത കാണിക്കാൻ, ധൂർത്തപുത്രന്മാരെ തിരിച്ചു കിട്ടാൻ കരങ്ങൾ നീട്ടുന്നവരാകാൻ, അങ്ങനെ കരുണയോടൊരു സംസ്കാരം ഈ സമൂഹത്തിൽ സംജാതമാക്കാൻ ഈ കരുണയുടെ വർഷം നമ്മളെ സഹായിച്ചില്ലെങ്കിൽ ഈ കവാടം തുറക്കലും കവാടം അടയ്ക്കലും ഒരു ആവർത്തന വിരസമായ ആഘോഷമായിട്ട് തീരും. അതുകൊണ്ട് ഈ കരുണയുടെ വർഷം അവസാനിക്കുമ്പോഴേ എനിക്ക് നമ്മോട് പറയാൻ ആഗ്രഹമുണ്ട്, നമുക്ക് കരുണയോടൊരു സംസ്കാരം സൃഷ്ടിക്കാൻ കഴിയട്ടെ. മറ്റുള്ളവരോട് കരുണ കാണിക്കുന്ന മനുഷ്യരാകാൻ, നിന്റെ പിതാവ് കാരുണ്യമുള്ളവനായിരിക്കുന്നത് പോലെ നീയും കരുണയുള്ളവനായിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെയും
നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ സർവ്വനിയോഗങ്ങളെയും ഈ കരുണയുടെ വർഷത്തിലെ തൻ്റെ കരുണയുള്ള കരം നീട്ടി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സഹോദരങ്ങളെ. ആമേൻ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. സ്നേഹമേ, ദിവ്യ സ്നേഹമേ, നിത്യജീവനായി എന്നിൽ വാഴണേ. മഹത്വത്തിൻ സാന്നിധ്യമായ പരിശുദ്ധ കുർബാനയെ ഞങ്ങൾ ഒന്നുചേർന്ന് അങ്ങേ ആരാധിക്കുന്നു. ഇന്നത്തെ തിരുവചന ശുശ്രൂഷയിലൂടെ അഭിയുന്ന റാഫേൽ തട്ടിൽ പിതാവിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുകയായിരുന്നു. അനേകം ആയിരങ്ങളിലേക്ക് കർത്താവ് തൻ്റെ വചനത്തിൻ്റെ അഭിഷേകം പകർന്ന് അനുഗ്രഹിക്കുകയായിരുന്നു. ഹൃദയം നുറുക്കി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ തകർച്ചകളും ദുഃഖ ദുരിതങ്ങളും കഷ്ടതകളും സഹനങ്ങളും രോഗങ്ങളെല്ലാം കർത്താവിൻ്റെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുക. ഈശോയെ പ്രവർത്തിക്കണമേ, അത്ഭുതങ്ങൾ ചെയ്യണമേ, അടയാളങ്ങളിലൂടെ പ്രഘോഷിക്കപ്പെട്ട തിരുവചനങ്ങളെ സ്ഥിരീകരിക്കണമേ, മാറാ രോഗങ്ങൾ മൂലം വേദനിക്കുന്ന രോഗികളെ വചനമായിട്ട് സൗഖ്യമാക്കണമേ, വിട്ടുമാറാത്ത സാമ്പത്തിക തകർച്ചകള്, കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകള്, ഇതുമൂലം കഷ്ടപ്പെടുന്ന ആയിരങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ചു പ്രാർത്ഥിച്ചോ, യേശുനാമം വിളിച്ചു പ്രാർത്ഥിച്ചോ. ഇത് കൃപയുടെ മണിക്കൂറുകളാണ്. സ്വർഗം തുറക്കപ്പെടുകയാണ്. അനേകം അനേകം ആയിരങ്ങളെ കർത്താവ് പരിശുദ്ധാത്മാവിൽ നിറയ്ക്കുകയാണ്. ഇരുകരങ്ങളും ഉയർത്തി സ്വരമുയർത്തി പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നു. കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുന്ന പതിനായിരങ്ങളിലേക്ക് അഭിഷേകമായി വരണമേ. ആരാധന, ആരാധന, ആരാധന. കർത്താവിന്റെ ശിക്ഷണങ്ങളോട് എളിമപ്പെടുവാൻ, വിധേയത്വത്തോടെ അത് സ്വീകരിക്കുവാൻ, അത് കൃപകളായി ഏറ്റെടുക്കുവാനുള്ള ആത്മനിറവ് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ അനുഗ്രഹിച്ച കർത്താവേ, ഞങ്ങളെ വിശുദ്ധീകരിച്ച കർത്താവേ, ഞങ്ങൾക്ക് അനുതാപം നൽകിയ കർത്താവേ, വിവിധങ്ങളായ ശിക്ഷണങ്ങളിലൂടെ ദൈവ സ്നേഹത്തിലേക്ക് ഞങ്ങളെ നയിച്ച കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ, തലമുറകളെ, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് ശുദ്ധീകരണാത്മാക്കളും നമ്മളും. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി എല്ലാവരും കടന്നു വരും. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം.